ഞാൻ പെരിങ്ങോം ഹാരിസ്. ഞാൻ ഇവിടെ കയ്യിലൊരു പൂക്കോയത്തങ്ങൾ ഹോസ്പിറ്റലാണുള്ളത്. പൂക്കോയത്തങ്ങൾ ഹോസ്പിറ്റൽ എന്നുള്ളത് കണ്ണൂർ ജില്ലയിൽ തന്നെ ഒരു സാന്ത്വന പ്രവർത്തനം നടത്തുന്ന ഒരു സംഘടനയാണ്. കിടപ്പ് രോഗികൾക്ക് അതുപോലെ തന്നെ രോഗികൾക്ക് ആശുപത്രിയിലൊക്കെ അവരുടെ സഹായം എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ രോഗികൾക്ക് അതുപോലെ തന്നെ അങ്ങനെ കഷ്ടത അനുഭവിക്കുന്ന രോഗികൾക്കൊക്കെ അവരൊരു സാന്ത്വന സ്പർശമായി നിലകൊള്ളുന്ന ഒരു സംഘടനയാണ് പൂക്കോയത്തങ്ങൾ ഹോസ്പിസ്. അതിൻ്റെ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് കയ്യിലുള്ള പുതിയ ബസ് സ്റ്റാൻഡിലാണ്. ഈ പുതിയ ബസ് സ്റ്റാൻഡിൽ ഇന്ന് ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ പ്രവർത്തനങ്ങൾ, അതിൻ്റെ ഘടന, അതിൻ്റെ അവരെ ജനങ്ങൾക്ക് മുമ്പിൽ കാഴ്ചവെക്കുന്ന സേവനങ്ങൾ എന്നിവയൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. തികച്ചും സൗജന്യമായി രോഗികൾക്ക് കൈത്താങ്ങായി അവർക്കൊരു സഹായഹസ്തമായിട്ട് നിലകൊള്ളുന്ന ഒരു സംഘടനയാണ് പൂക്കോയത്തങ്ങൾ ഹോസ്പിസ്. ഇവർക്ക് ഒരു പൈസയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു തികച്ചും ഒരു സൗജന്യമായി സേവനം കാഴ്ചവെക്കുന്ന ഒരു ജീവകാരുണ്യ സംഘടനയാണ്, അല്ലെങ്കിൽ ഒരു സാന്ത്വന കേന്ദ്രമാണ്. നമുക്ക് തന്നെ ഒരു അഭിമാനമായി പ്രവർത്തിക്കുന്ന ഈ പൂക്കോയത്തങ്ങൾ ഹോസ്പിസിനെ കുറിച്ച് നമുക്ക് മറ്റു കാര്യങ്ങൾ അതിൻ്റെ ഒരു ഭാരവാഹിയാണ് ഫാറൂഖ് മെട്രോ ആയിട്ടുള്ള നമുക്ക് മറ്റു കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ഈ ഹോസ്പിസ് PTHനെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയൊരു വിവരണം. PTH പൂക്കോയത്തങ്ങൾ ഹോസ്പിസ് പാലിയേറ്റീവ് കെയർ യൂണിറ്റ് പയ്യന്നൂർ. ഇത് പയ്യന്നൂർ മുനിസിപ്പാലിറ്റി മുസ്ലിം ലീഗ് പയ്യന്നൂർ മുനിസിപ്പൽ മുസ്ലിം ലീഗ് കമ്മിറ്റി അണ്ടറിൽ നടത്തുന്ന ഒരു പാലിയേറ്റീവ് സംവിധാനമാണ്. ഏകദേശം 2 വർഷമായി പയ്യന്നൂർ തുടങ്ങിയിട്ട് കേരളത്തിൽ ഏകദേശം 45ഓളം സ്ഥാപനങ്ങളുണ്ട്. ഇതുപോലെ കേരളത്തിൽ മറ്റുള്ള നമ്മളിപ്പോൾ തുടങ്ങി 2 വർഷമായി. കേരളത്തിൽ ആദ്യം സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 5 വർഷമായി. കൊറോണ സമയത്താണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ പയ്യന്നൂരിൽ ഏകദേശം 200ഓളം പേഷ്യൻ്റ് മുനിസിപ്പൽ ഈ പാലിയേറ്റീവ് കെയറിൻ്റെ അണ്ടറിൽ നമ്മൾ സംരക്ഷിക്കുന്ന അവർ വീട്ടിൽ പോയിട്ട് അവരുടെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നത്. അതിന് ഏകദേശം നമ്മളിപ്പോൾ ഒരു 68ഓളം വളണ്ടിയേഴ്സ് ഉണ്ട്, സർട്ടിഫിക്കറ്റ് വളണ്ടിയേഴ്സ് ഉണ്ട്, 2 നേഴ്സ് ഉണ്ട്, അതുകൂടാണ്ട് 2 ഓഫീസ് സ്റ്റാഫ്. അങ്ങനെ ഒരു ദിവസം 4-5 ആൾക്കാരാണ് നമ്മൾ മാറിയിട്ട് നമ്മൾ അവരുടെ വീട്ടിൽ പോയിട്ട് അവർക്ക് വേണ്ടുന്ന സംവിധാനങ്ങൾ ചെയ്തു കൊടുക്കുന്നു. ഇതിൻ്റെ തികച്ചും സൗജന്യമല്ലേ? തികച്ചും സൗജന്യമാണ്. ഇതിൻ്റെ ഒരു പ്രവർത്തനത്തിനില്ല ഈ നമ്മുടെ ഇതിൻ്റെ സ്റ്റാഫ് അല്ലെങ്കിൽ ഇതിൻ്റെ ജീവനക്കാർ അതിൻ്റെ ഒരു എങ്ങനെയാണ്, എത്ര ആൾക്കാരാണ്? 68 വളണ്ടിയേഴ്സോളം നമ്മൾ തികച്ചും അവർ പിന്നെ ഫ്രീ സർവീസാണ് ഇവർ ചെയ്യുന്നത്. പാലിയേറ്റീവ് സർവീസ് ചെയ്യുന്നത്. 2 നേഴ്സുണ്ട്, ചെറിയ സാലറിയിലെ 2 നേഴ്സുണ്ട്, ബാക്കി 2 ഓഫീസ് സ്റ്റാഫുണ്ട്. ബാക്കിയെല്ലാം ഫ്രീ സർവീസാണ്. നമ്മളിവിടെ കൊടുക്കുന്ന മെഡിസിനും ഇവിടെ സംവിധാനങ്ങളും നമ്മൾ ചികിത്സ തികച്ചും ഫ്രീ ആണ്. അവർ വീടുകളിൽ എത്തിയിട്ട് ഞാൻ തികച്ചും ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുന്നത്. നമ്മളിപ്പം ഈ ബിസിനസ് രംഗത്തെല്ലാം ഫാറൂഖ് മെട്രോ ഏകദേശം ഒരു സജീവമായിട്ട് ഇടപെടുന്ന ഒരു വ്യക്തിത്വമാണ്. അതിൽ നിന്ന് ആ ബിസിനസ് രംഗത്ത് നിങ്ങൾക്ക് ഇത്തരം ഒരു കാരുണ്യ രംഗത്തിലേക്ക് വരുമ്പോഴുണ്ടായ ഒരു പ്രശ്നം ഉണ്ടാകും. എന്താ വെച്ചാൽ ഒരു തിരക്ക് പിടിച്ച ജീവിതം, അതെങ്ങനെ നിങ്ങൾ ഈ തരണം ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്? ഞാൻ ഏകദേശം പിന്നെ വർഷങ്ങൾക്ക് മുമ്പേ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് ഈ ഫീൽഡിനോട് താല്പര്യമുള്ള ആൾ തന്നെയാണ്. ജീവകാരുണ്യ പ്രവർത്തനം മുമ്പേ താല്പര്യം ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. നാട്ടിലും ഒരു നമ്മുടെ നാട്ടിൽ തന്നെ ഒരു ഷിഹാബുദ്ദീൻ റിലീഫ് സംഘടന അതിൻ്റെ കൺവീനറാണ് ഞാൻ. വർഷങ്ങളായിട്ട് അതിൻ്റെ കൺവീനറാണ്. അതും ഇതുമാതിരി കാര്യങ്ങൾ ചെയ്തു പോകുന്ന ഒരു സംവിധാനം തന്നെയാണ്. നമ്മളിപ്പം ജില്ലയിൽ തന്നെ ഇപ്പം ഏകദേശം നല്ല തന്നെ പറയപ്പെട്ട ഒരു നല്ലൊരു കേന്ദ്രമായി സംവിധാനമാണ് പൂക്കോയത്തങ്ങൾ ഹോസ്പിസ് പയ്യന്നൂർ. ഇത് ഇനിയിപ്പം അതിൻ്റെ ഈ പ്രവർത്തനത്തിൻ്റെ ഭാരവാഹികൾ ആരെല്ലാം ഇതിൻ്റെ നേതൃത്വം? ചെയർമാൻ എന്ന് പറഞ്ഞാൽ കണ്ണൂർ ജില്ലാ മുസ്ലിം ജനറൽ സെക്രട്ടറി KT സൗദാനിൻ്റെ ചെയർമാൻ, മുസ്ലിം ലീഗിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറി KT സൗദാനിൻ്റെ ചെയർമാൻ, ഞാനാണ് ഇതിൻ്റെ കൺവീനർ ഫാറൂഖ് മെട്രോ. ഇതിൻ്റെ മുസ്ലിം ലീഗ് പയ്യന്നൂർ മുസ്ലിം ലീഗ് മുനിസിപ്പൽ പ്രസിഡന്റ്, സെക്രട്ടറി, അങ്ങനെ മുസ്ലിം ലീഗിൻ്റെ ഭാരവാഹികളും മറ്റ് ഇതിനോട് താല്പര്യമുള്ള സോഷ്യൽ സർവീസിലുള്ള ആൾക്കാരും ഇതിൻ്റെ 28ഓളം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് ഇത് നിയന്ത്രിച്ചു പോരുന്നത്. ഉദാരമതികളായ ആൾക്കാർ ചെയ്യുന്ന സംഭാവനകളാണ് ഇത് മുമ്പോട്ട് പോകുന്നത്. ഏകദേശം നമുക്ക് മാസം ഒരു 1 ലക്ഷം 1.5 ലക്ഷത്തോളം നമുക്ക് ചിലവ് വരുന്നുണ്ട്. വണ്ടിയും സർവീസും മെഡിസിനും എല്ലായിട്ട് 1.5 ലക്ഷത്തോളം നമുക്ക് ചിലവ് വരുന്നുണ്ട്. അതെല്ലാം ഉദാരമതികളായ ആൾക്കാരുടെ സഹായങ്ങൾ കൊണ്ടാണ് നടന്നു പോകുന്നത്.